നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാനായി നമ്മൾ നമ്മുടെ ഉള്ളം കയ്യിൽ ഓരോ നമ്പറുകളും അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകളും എല്ലാം എഴുതുവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എഴുതിയതിലൂടെ ഒരുപാട് പേർക്ക് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറി കിട്ടിയതായും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെയും ഒരു പ്രധാനപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. ഞാനിത് ശ്രമിച്ചു നോക്കുന്ന സമയത്ത് എനിക്കും വളരെ തമാശയായിട്ടാണ് തോന്നിയതെങ്കിലും ഇത് ഞാൻ 1-2 ദിവസം എഴുതുമ്പോഴേക്കും തന്നെ എനിക്ക് ആവശ്യമായ കാര്യം നിറവേറി കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ കാര്യം പങ്കുവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും തന്നെ പലതരം ആവശ്യങ്ങളുണ്ടാകും. ചിലർക്ക് പണം ആവശ്യമുണ്ടാകും, ചിലർക്ക് തൊഴിൽപരമായ കാര്യങ്ങളായിരിക്കും, ചിലർക്ക് വിദ്യാഭ്യാസമായിരിക്കും, ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്കാകട്ടെ ഏതെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരിക്കും. എന്നിങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടുവാനായിട്ട്, അതും നിങ്ങളുടെ മനസ്സിൽ കുറേ ദിവസങ്ങളായി ആഗ്രഹിച്ച ഒരു കാര്യം അത് നിറവേറി കിട്ടുവാനായി നമ്മൾ ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വേണം എന്നുള്ളത് ഒരു ഭാഗം ഇരിക്കെ, നിങ്ങൾ വെറുതെയെങ്കിലും തമാശയ്ക്കെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങളിലേക്ക് ഫലം എത്തിച്ചേരുന്നതായിരിക്കും. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പ്രപഞ്ചത്തോട് മെത്തേഡുകൾ, ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് വേർഡുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഇതുവരെയും ഉണ്ടായിട്ടില്ല, പക്ഷേ ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ വളരെ ചെറിയ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അത് നിറവേറി കിട്ടിയ ശേഷം വീണ്ടും നിങ്ങൾ വേറെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക. വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക. ഇങ്ങനെ 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മനസ്സ് ഇതുപോലുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് 1 രൂപ പോലും ചിലവില്ല എങ്കിലും കൂടി നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായിട്ട് ഈ പ്രപഞ്ചം അതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തരുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുറേ മാസങ്ങളായി, കുറേ വർഷങ്ങളായി എനിക്ക് ഈ കാര്യം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണെങ്കിലും ഈ ഒരു കാര്യത്തിനായിട്ട് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതല്ല, പെട്ടെന്ന് ഏതെങ്കിലും പണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുവാൻ പോകുന്നത് എങ്കിലും അത് സാരമില്ല, നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതല്ല, നല്ലൊരു ജോലിക്ക് വേണ്ടിയാണോ, അതുമല്ല നമുക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തീർന്നു കിട്ടാൻ വേണ്ടിയാണോ, അത് എന്തുമായിക്കോട്ടെ, ചുരുങ്ങിയ വാക്കിൽ നമ്മൾ ഇത് എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും ഈ റൈറ്റിംഗ് മെത്തേഡിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. അതിലൂടെ ഒരുപാട് പേർക്ക് ഫലം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും നമ്മൾ കാണുവാൻ പോകുന്നത് ഒരു റൈറ്റിംഗ് മെത്തേഡ് തന്നെയാണ്. അതായത് നമ്മുടെ വലതുകാലിൻ്റെ പാദത്തിലാണ് നമുക്ക് ആവശ്യമായ കാര്യം നമ്മൾ എഴുതുവാനായിട്ട് പോകുന്നത്. വലതുകാലിൻ്റെ പെരുവിരലിന് താഴെയുള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്താണോ ആവശ്യം, പണമാണ് ആവശ്യമെങ്കിൽ മണി എന്ന് എഴുതാവുന്നതാണ്. അതല്ല, നമുക്ക് ജോലിയാണ് ആവശ്യമെങ്കിൽ ജോബ് എന്ന് എഴുതാം. അതുമല്ല, നമുക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി ഇത് എപ്പോഴാണ് എഴുതേണ്ടത് എന്നാൽ, രാത്രിയിൽ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ കാലുകൾ വൃത്തിയായി കഴുകി വന്നതിനു ശേഷം ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മൾ ഇത് എഴുതാവുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ആയിരിക്കണം നിങ്ങൾ ഇത് എഴുതേണ്ടത്. നിങ്ങൾ എഴുതുമ്പോൾ വലതുകാലിൽ പതുക്കെ, നിങ്ങൾ എഴുതുമ്പോൾ ഓരോ വാക്കുകൾ, ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ എഴുതേണ്ടതാണ്. നിങ്ങളുടെ ചുറ്റും നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ഉണ്ടാകുമ്പോൾ ഈ കാര്യം നിങ്ങൾ ചെയ്യരുത്. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ കൊണ്ടുവരികയും ആ കാര്യങ്ങൾ നിറവേറി കിട്ടിയ ഒരു സന്തോഷത്തോടു കൂടി തന്നെ വളരെ നിശബ്ദമായിരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ഇത് എഴുതാവുന്നതാണ്. ഇനി ചോദിക്കും, ഞങ്ങൾ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ചെയ്തോട്ടെ എന്ന്. ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടോ കിടക്കയിൽ ഇരുന്നു കൊണ്ടോ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായ കാര്യം നിങ്ങളുടെ പാദത്തിന് താഴെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾ കണ്ണുകൾ അടച്ച് ആ ആഗ്രഹം നിറവേറി കിട്ടിയ സന്തോഷത്തോടു കൂടി ഈ യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ വളരെ പതുക്കെ എഴുന്നേറ്റ് നമ്മുടെ കാൽ ഈ തറയിലേക്ക് 11 തവണ ടാപ്പ് ചെയ്യേണ്ടതാണ്. വളരെ പതുക്കെ നിങ്ങളതൊന്ന് ടാപ്പ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ഉറങ്ങുവാൻ പോവുക. ഈ 11 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഉറങ്ങുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഉറങ്ങേണ്ടത്. ഇനി രാവിലെ ഉണർന്ന ഉടൻ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ, രാവിലെ നമ്മൾ നമ്മുടെ ഈ കാലുകൾ, നമ്മുടെ ഏത് കാലിലാണ് എഴുതിയിരിക്കുന്നത്? വലതു കാലിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വലതു കാലിലെ ആ എഴുതിയിരിക്കുന്നതിനെ വലതു കൈകൊണ്ട് തന്നെ പതുക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പതുക്കെ ഒന്ന് ആ സ്ഥലം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നതും മാഞ്ഞു പോവുകയും ചെയ്യും, നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും. വലതു കാലിലാണ് എഴുതിയിരിക്കുന്നത്, വലതു കൈകൊണ്ട് തന്നെ നമ്മൾ കഴുകുവാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇടതു കൈകൊണ്ട് ഇടതു കാലിലെയും കുറച്ച് വെള്ളമൊഴിച്ച് താഴോട്ട് ഒന്ന് കഴുകി വിടുന്നത്, നമ്മുടെ കാലിൻ്റെ അടിവശമെല്ലാം ഒന്ന് കൈകൊണ്ട് തേച്ച് താഴോട്ടൊന്ന് കഴുകി വിടുക. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു വരുമ്പോൾ നമ്മുടെ കർമ്മ പാപ ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി തീരുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. ഇത് കേൾക്കുമ്പോൾ വളരെ തമാശയായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ 1-2 ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. കാരണം നമ്മൾ ഇങ്ങനെ പാദങ്ങൾ കഴുകി വിടുന്നതിലൂടെ നമ്മുടെ ജാതകവശാൽ അനുഭവിക്കുന്ന ദോഷങ്ങൾ, അത് ശനിദോഷമായിക്കോട്ടെ, കേതു, രാഹു എന്നിങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ജാതകം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള സകല ദോഷങ്ങളും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഈ വാക്കൊന്നും എഴുതിയിട്ടില്ല, ഞങ്ങൾ രാത്രിയിൽ ഇത് എഴുതിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇതുപോലെ കാലുകൾ കഴുകിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എത്ര ദിവസമാണ് നമ്മൾ എഴുതേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിത്യവും എഴുതുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയാൽ നിങ്ങൾക്ക് അതവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ സാരമില്ല, ഇത് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തി എന്ന് നിങ്ങൾ തന്നെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു പക്ഷേ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന ഇല്ല മാഡം, ഞങ്ങൾ എന്തു ചെയ്യണമെന്നാൽ, ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന ഇല്ല എങ്കിൽ മാത്രം കറുപ്പ് നിറം ഒഴികെ ബാക്കി ഏതൊരു നിറമുള്ള പേനകൾ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാത്രമല്ല, ആർക്കു വേണമെങ്കിലും ചെയ്യാം, യാതൊരു നിബന്ധനകളും തന്നെ ഇല്ല. ഒരുപാട് മെത്തേഡുകൾ ചെയ്തു നോക്കി ഇതുവരെയും ഒരു ഫലവും കിട്ടിയിട്ടില്ല, ഇതെങ്കിലും ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയുന്നവരാണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ കഴിവതും രാത്രിയിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാതിരിക്കാനും പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.